നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രൊഫസർ ഡോക്ടർ സിസ തോമസിന്റെ വിവിധ സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് SFI നിരന്തരം കടുത്ത പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർത്തിയിട്ടുണ്ട്. സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഇവരെ VC പദവികളിൽ നിയമിച്ചതാണ് SFIയെ പ്രകോപിപ്പിച്ചത്. പലപ്പോഴും അതിരുവിട്ട പ്രതിഷേധങ്ങളാണ് SFI നടത്തിയിട്ടുള്ളത്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ അതൊരിക്കലും വളരെ മോശമായ രീതിയിലോ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ ആകരുത് എന്ന് മാത്രം. ഇപ്പോൾ കാലടി സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധ ആഭാസം. പ്രതിഷേധത്തിന്റെ പേരിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയാണ് SFI ഈ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിനിടെയാണ് SFI പ്രവർത്തകർ സർവകലാശാലയിലെത്തി VCയുടെ കോലമൊരുക്കി അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ക്രൈസ്തവ ആചാരങ്ങൾ അനുകരിച്ചായിരുന്നു പ്രതീകാത്മക ശവസംസ്കാരം. ക്യാമ്പസിലെ ശങ്കരാചാര്യ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഡോക്ടർ സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം SFI നടത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമരത്തിനിടെ ക്രൈസ്തവ ആചാരപ്രകാരമുള്ള ഒപ്പീസ് പ്രാർത്ഥനയുടെ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ABVPയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ഏറെ കാലമായി സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരം നടത്തിവരികയാണ്. ഇതിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം പിന്നീട് VCയെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിലേക്കും നീങ്ങി. സംഭവത്തിന് പിന്നാലെയാണ് രാത്രി 8 മണിയോടെ പോലീസ് സഹായത്തോടെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോയത്. ക്യാമ്പസിൽ നേരത്തെ SFI നടത്തിയിരുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് സിസ തോമസ് വന്നതോടുകൂടി നിയന്ത്രണമുണ്ടായി. മുൻ വൈസ് ചാൻസലർ ഗീതാകുമാരി SFIയുടെ സ്വന്തക്കാരിയായിരുന്നു. അവരുടെ ഒത്താശയോടെ ആയിരുന്നു അവർ ക്യാമ്പസിൽ അഴിഞ്ഞാടിയിരുന്നത്. 2026 മാർച്ച് 5-ന് ഡിഗ്രി തോറ്റ SFI നേതാവിന് PGക്ക് പ്രവേശനം നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് ഗീതാകുമാരിയെ ചുമതലയിൽ നിന്നും മാറ്റിയത്. SFI ഇത്തരം കാടത്തം നടക്കുന്നത് ഇതാദ്യമല്ല. 2016-ലും പാലക്കാട് വിക്ടോറിയ കോളേജിൽ അന്നത്തെ പ്രിൻസിപ്പൽ സരസു ടീച്ചർക്കെതിരെയും SFI പ്രവർത്തകർ ശവമഞ്ചവും ശവക്കല്ലറയും ഒരുക്കി പ്രതിഷേധിച്ചതും വലിയ വിവാദമായിരുന്നു. അതായത് വളരെ ഉന്നത അധികാര കസേരയിൽ ഇരിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് ഇത്തരത്തിൽ പുറത്ത് അവരുടെ ശവസംസ്കാരവും അവർക്ക് വേണ്ടി ശവക്കല്ലറയും ശവമഞ്ചവും ഒരുക്കി വളരെ മോശമായ രീതി, അതും വിദ്യാർത്ഥികളാണ് എന്ന് ഓർക്കണം, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി അഴിഞ്ഞാടുന്നത്. ഇപ്പോൾ കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർക്കെതിരെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെ SFI നടത്തുന്ന സമരങ്ങളെല്ലാം ധാർമ്മിക അതിരുകളും ലംഘിക്കുന്നതാണെന്ന് സിസ തോമസ് പ്രതികരിച്ചു. തന്നെ എങ്ങനെയും കാലടി സർവകലാശാലയിൽ നിന്ന് പുറത്താക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമരങ്ങൾ. തൽപര കക്ഷികളുടെ ഒത്താശയോടെയാണ് SFI സമരം അതിരുവിടുന്നതെന്നും സിസ തോമസ് പറഞ്ഞു. SFI പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക ശവസംസ്കാര സമരത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന വനിതാ VCക്കെതിരെ നടത്തിയ ഈ സമരാഭാസം വ്യക്തി എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും കടുത്ത മനോവേദനയും മാനസിക ആഘാതവുമാണ് സൃഷ്ടിച്ചതെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് പകരം വ്യക്തിഹത്യയും അധ്യാപകരെ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കുന്നതുമായ സമീപനമാണ് SFI തുടരുന്നതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ ആരോപിച്ചു. മുമ്പ് പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലെ ശവകുടീരം ഒരുക്കിയതും തിരുവനന്തപുരം ലോ കോളേജ് വനിതാ പ്രിൻസിപ്പലെ തടഞ്ഞുവെച്ച് അധിക്ഷേപിച്ചതും ഇതിന് തെളിവാണ്. ഇത്തരം അപഹാസ്യമായ സമരമാർഗങ്ങളെ തള്ളിപ്പറയാൻ ഭരണകക്ഷിയായ CPIM നേതൃത്വം തയ്യാറാകാത്തതാണ് സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാലയിൽ ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറിയിട്ടും കാഴ്ചക്കാരായി നിന്ന സംസ്ഥാന പോലീസിന്റെ നടപടിയെയും കമ്മിറ്റി അപലപിച്ചു.
കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അധിക്ഷേപകരമായ സമരത്തിന് നേതൃത്വം നൽകിയ SFI പ്രവർത്തകർക്കെതിരെയും അടിയന്തരമായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എടുക്കും എന്ന് തന്നെ കരുതാം. കാരണം ഇവിടെ ഒരു ഉന്നത അധികാര കസേരയിലിരിക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥക്കെതിരെയാണ് ഇത്തരത്തിൽ, വനിതാ VC-ക്കെതിരെയാണ് ഇത്തരത്തിൽ അവരുടെ ശവസംസ്കാര ചടങ്ങ് പുറത്ത് നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. പ്രതിഷേധ സമരങ്ങളൊക്കെ ദിവസവും നിരവധി തവണ കേരളത്തിൽ പല പാർട്ടികളുടെയും നടക്കുന്നതാണ്. പക്ഷേ ഇതൊരിക്കലും ഇത്തരത്തിൽ വഴിവിട്ട രീതിയിലായിരിക്കരുത് എന്ന് മാത്രം. തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം തീരുമാനമെടുക്കും എന്ന് തന്നെ കരുതാം. സാങ്കേതിക സർവകലാശാല VC നിയമന പ്രതിസന്ധി 2022 മുതലാണ് വഷളായിക്കൊണ്ടിരുന്നത്. ചുമതലയേൽക്കൽ തടഞ്ഞത് അന്ന് 2022 അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൽക്കാലിക VC ആയി നിയമിച്ചതിന് പിന്നാലെ 2022 നവംബറിലാണ് സിസ തോമസ് KTU ആസ്ഥാനത്ത് എത്തിയപ്പോൾ SFI പ്രവർത്തകർ കടുത്ത പ്രതിഷേധ ആഘോഷങ്ങളുമായി രംഗത്ത് വരികയും ഓഫീസ് രജിസ്റ്ററിൽ ഒപ്പിടുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തത്. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഇവരുടെ വാഹനം തടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. പോലീസ് സംരക്ഷണത്തിലാണ് അന്ന് അവർക്ക് ഓഫീസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. 2025 ജൂലൈയിൽ കേരള സർവകലാശാലയുടെ ഇൻചാർജ് VC ആയി സിസ തോമസ് ചുമതലയേറ്റപ്പോൾ SFI പ്രതിഷേധം വീണ്ടും ശക്തമായി. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിക്കെതിരെയായിരുന്നു പ്രധാന സമരം. പ്രതിഷേധക്കാർ സർവകലാശാലയുടെ മതിൽ ചാടിക്കടന്ന് VC-യുടെ ചേംബറിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നും സർവകലാശാലയിലെ വസ്തുവകകൾക്കും ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും കാണിച്ച് ഡോക്ടർ സിസ തോമസ് DGPക്ക് ഔദ്യോഗികമായി പരാതി നൽകി. SFI എന്താണെന്ന് സിസ തോമസ് അറിയും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ബാനറുകൾ SFI ക്യാമ്പസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ചാണ് SFIയും ഇടതുപക്ഷ സംഘടനകളും സിസ തോമസിന്റെ നിയമനങ്ങളെ എതിർത്തത്. എന്നാൽ വിദ്യാർത്ഥി താൽപര്യങ്ങൾ സംരക്ഷിക്കാനും പരീക്ഷകൾ കൃത്യമായി നടത്താനുമാണ് താൻ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുത്തതെന്ന നിലപാടിലായിരുന്നു ഡോക്ടർ സിസ തോമസ്. ഏതായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങ് പോലുള്ള പ്രതിഷേധങ്ങൾ അത് വളരെ ഒരു തരത്തിലും നമുക്ക് അനുകൂലിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതല്ല. പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും വേണം. പക്ഷെ അത് ഇത്തരത്തിലുള്ള വഴിവിട്ട രീതിയിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് എന്ന് മാത്രം.